പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോട് തന്നെയാണ് പഠിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ പഠിക്കാൻ ചെന്ന് ഇരുന്നാൽ വല്ലാത്തൊരു ക്ഷീണം, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു മൂഡില്ല, അല്ലെങ്കിൽ ശ്രദ്ധ പല സ്ഥലത്തേക്ക് പോവാം. ഇങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു കിടിലൻ മെത്തേഡ്, പുതിയ മെത്തേഡൊന്നുമല്ല, ഒരുപാട് ആളുകൾ വർഷങ്ങൾക്ക് മുമ്പേ വന്ന പലരും പയറ്റി തികഞ്ഞ് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു മെത്തേഡ് അങ്ങ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ആ മെത്തേഡിന്റെ പേരാണ് പോമോഡോറോ ടെക്നിക്, അല്ലെങ്കിൽ പോമോഡോറോ മെത്തേഡ്. എങ്ങനെയാണ് ഈ രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ പോമോഡോറോ മെത്തേഡ് വെച്ച് എങ്ങനെയാണ് നമ്മൾ കൃത്യമായി നമ്മുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവസാനം വരെ കാണാൻ ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് 100% ഹെൽപ്ഫുൾ ആവും, നിങ്ങൾ എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 3 കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് 3 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ട്, അതായത് നോ ഡിസ്ട്രാക്ഷൻ. എന്താ നോ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാൽ സാറേ, അല്ലെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ കാണുമ്പോൾ എന്താ ഡിസ്ട്രാക്ഷൻ? അത് പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്ന എല്ലാ സാധനത്തും നിങ്ങളൊരു അല്പ ദൂരത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എസെൻഷ്യലി വേണ്ട ഒരുപാട് കാര്യങ്ങൾ, എസെൻഷ്യൽ തിങ്. എന്താ എസെൻഷ്യൽ തിങ്? ചിലപ്പോൾ കുടിക്കാനുള്ള വെള്ളമായിരിക്കാം, എഴുതാനുള്ള ബോക്സ് ആയിരിക്കാം, പെൻസിലായിരിക്കാം. അതായത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു വെക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു ടൈമർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. എന്താ ടൈമർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലോക്ക് മതി, അല്ലെങ്കിൽ ഒരു വാച്ച് മതി. ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു ക്ലോക്കോ നിങ്ങളെ കറക്റ്റ് സമയത്ത് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളെ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇത് ജസ്റ്റ് നിങ്ങളെ ക്ലോക്കാന്ന് വിചാരിക്കുക. നിങ്ങൾ പഠനം ഒരു രാത്രി 7 മണിക്ക് നിങ്ങളെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. കറക്റ്റ് 7 മണി നിങ്ങളെ പഠനം സ്റ്റാർട്ട് ചെയ്തു. 7:25 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബ്രേക്കിംഗ് എടുക്കാം. ഒരു 25 മിനിറ്റ് നിങ്ങൾ പഠിക്കുന്നു, ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് ബ്രേക്ക് നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ 5 മിനിറ്റ് 5 മിനിറ്റിലേ ചെയ്യാവൂ കേട്ടോ, അതിൽ നീട്ടി പോകാൻ പാടില്ല. അപ്പോൾ ആ 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ അവിടെ ചെയ്യുന്നു. ആ 5 മിനിറ്റ് ശേഷം നിങ്ങൾ വീണ്ടും പഠിക്കാൻ ആരംഭിക്കുന്നു. വീണ്ടും കറക്റ്റ് നിങ്ങൾ 7:30 പഠനം സ്റ്റാർട്ട് ചെയ്യുന്നു, 55 നിങ്ങൾ പഠനം നിർത്തുന്നു, വീണ്ടും 5 മിനിറ്റ് ഇതേപോലെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 4 തവണ, ഈ 4 തവണ നിങ്ങൾ കൃത്യമായി പഠിക്കുമ്പോൾ ഒരു പോമോഡോർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ടോട്ടൽ നിങ്ങൾ 2 മണിക്കൂർ പഠിക്കാനിരുന്നു, 2 അവർ പഠിക്കാനിരുന്നു. ആ 2 അവറിൽ എത്ര സമയം നിങ്ങൾ പ്രൊഡക്റ്റീവായി കിട്ടിയാൽ? നിങ്ങൾക്ക് 1 മണിക്കൂറും അതുപോലെ തന്നെ 40 മിനിറ്റും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായി കിട്ടി. വെറും 20 മിനിറ്റ് ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പോലും നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പോയ സമയം അല്ലേ. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നതിൽ ഒരു സംശയമില്ല. ഏറ്റവും ബെസ്റ്റ് കുട്ടികളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ താഴെ നമ്മൾ പ്രീ ബൂസ്റ്റർ ബാച്ചിന് ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എഡ്യൂപോയിന്റ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിസ്മസ് എക്സാം ഉഷാറാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എങ്ങനെയാണ് ഈ പോമോഡോറോ ടെക്നിക്ക് വർക്ക് ആവുന്നത് ഓൾറെഡി ഞാൻ പഠിച്ച് കാണിക്കുന്ന ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ പഠനത്തെ എല്ലാ പഴഞ്ചൻ രീതിയിലൂടെ നമ്മളിൽ ഒരു മാറ്റവും വരുത്താതെയാണ് നമ്മൾ മുന്നോട്ട് വീണ്ടും പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്കറിയാലോ ഓണം എക്സാമിന് എത്ര മാർക്ക് കിട്ടി, അതെങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ മാറ്റം അനിവാര്യമാണ്. ചേഞ്ചസ് കൊണ്ടുവന്നാലേ നമ്മുടെ എക്സാം പേപ്പറിലും ചേഞ്ചസ് ഉണ്ടാവുള്ളൂ, മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മെത്തേഡ് വെച്ച് എൻ്റെ പൊന്നുമക്കളൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും തോന്നുന്നു, എൻ്റെ ഫ്രണ്ടിന് ഇത് ഹെൽപ്ഫുൾ ആവും തോന്നുകയാണെങ്കിൽ വേഗം അവന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണാനെങ്കിൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഒരുപാട് വീഡിയോസും ഒരുപാട് ക്ലാസ്സും ഒക്കെ നമ്മുടെ ചാനൽ തോന്നി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ക്രിസ്മസ് എക്സാം ഒന്ന് പൊളിക്കും. ക്രിസ്മസ് എക്സാം മാത്രമല്ല, ഈ അക്കാഡമിക് ഇയർ മൊത്തം നമ്മൾ അടിപൊളിയായി പഠിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് ടിപ്സ് വീഡിയോസ് ആയിട്ട് ഹാൽ സാർ വീണ്ടും വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് മറക്കണ്ട, ഇതൊരു മാജിക് തന്നെയാണ്. 25 മിനിറ്റിന് മാജിക് ആണ്. നിങ്ങളുടെ ശ്രദ്ധയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാ ഡിസ്ട്രാക്ഷനെയും നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ അക്കാഡമിക്കിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കും, അല്ലെങ്കിൽ വരുത്താൻ വേണ്ടി സാധിക്കും. സോ ഓൾ ദി ബെസ്റ്റ്.